അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പത്തനംതിട്ട വഴി ഒരു ട്രെയിൻ ഉണ്ടായാൽ നന്നായിരിക്കുമല്ലേ? അതിന് പത്തനംതിട്ടയിൽ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? എന്നാൽ പത്തനംതിട്ടയിൽ റെയിൽവേ സ്റ്റേഷനും ഉണ്ടായി, ആ സ്റ്റേഷനിൽ ട്രെയിനും എത്തി. ഇത് ഏതോ പത്തനംതിട്ടക്കാരൻ കണ്ട സ്വപ്നം എന്നാകും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് സ്വപ്നമല്ല, പക്ഷേ യാഥാർത്ഥ്യവുമല്ല. പിന്നെ എന്താണെന്നല്ലേ, അത് കണ്ടു അറിയാം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 328880 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആദി എക്സ്പ്രസ് പത്തനംതിട്ട സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരും. പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ടയുടെ പ്രതീകമായ ആറന്മുള പള്ളിയോടമൊക്കെ ഉൾക്കൊള്ളിച്ച നല്ല ഒന്നാന്തരം റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിൽ ട്രെയിനും വന്നിട്ടുണ്ട്. ആദി എക്സ്പ്രസ് പത്തനംതിട്ട സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ക്രമ 2 पर आएगी. Passengers kind attention please. എല്ലാ പത്തനംതിട്ടക്കാരും ഒരിക്കലെങ്കിലും മനസ്സിൽ കണ്ടതായിരിക്കും ഈ കാഴ്ച. മറ്റുള്ളവർ നാടിന്റെ ചിരകാല സ്വപ്നം മനസ്സിൽ കണ്ടപ്പോൾ വലഞ്ചുഴി സ്വദേശി അർജുൻ ചന്ദ്രൻ മാനത്ത് കണ്ടു. സാങ്കല്പിക റെയിൽവേ സ്റ്റേഷൻ മിനിയേച്ചർ രൂപത്തിൽ നിർമ്മിച്ചെടുത്തു. ഞാൻ പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്താണ്. അപ്പം ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ബസ്സിന് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെടും. ഇപ്പോൾ പത്തനംതിട്ടയിൽ ആദ്യമായിട്ടൊരു പുതിയ ഡിസൈൻ വരുമ്പോൾ അത് ഒരു വ്യത്യസ്തമായിരിക്കണം, എന്നാൽ പത്തനംതിട്ടയെ ബേസ് ചെയ്തായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വള്ളത്തിന്റെ ഡിസൈനിൽ കൊടുത്തത്. മിനിയേച്ചറുകൾ നിർമ്മിച്ച് നേരത്തെയും ശ്രദ്ധേയനാണ് അർജുൻ ചന്ദ്രൻ. ഇന്റീരിയർ ഡിസൈനറായ ഈ കലാകാരൻ വ്യത്യസ്തമായ മിനിയേച്ചർ നിർമ്മാണത്തിൽ നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.